സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് സാനിയോ മനോമി. രാധയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു, പ്രത്യേകിച്ചും രാധയുടെ ഭർത്താവുമായി ദീർഘനേരം സംസാരിച്ചു. വന്ന വഴിയിലൊക്കെ പ്രതിഷേധമായിരുന്നു. കുടുംബത്തിന് ഈ ധനസഹായത്തിനൊപ്പം തന്നെ കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് താൽക്കാലിക ജോലിയാണ് നേരത്തെയൊക്കെ നമ്മൾ കണ്ടത്. ഇവിടെയും സമാനമായി രാധയുടെ കുടുംബാംഗങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പ് കൂടി മന്ത്രി നൽകിയിട്ടുണ്ടോ സാനിയോ? അതെ സുജയ, അതായത് നിയമന ഉത്തരവ് കൈമാറുകയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത്. നിയമനം എന്ന് പറയുമ്പോൾ താൽക്കാലിക നിയമനമാണ്. മകനാണ് നിയമന ഉത്തരവ് ഉള്ളത്. അത് താൽക്കാലിക നിയമനത്തിനുള്ള ഉത്തരവ് കുടുംബത്തിന് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. വരുന്ന വഴിക്കെല്ലാം പ്രതിഷേധമായിരുന്നു. സംഭവ ബഹുലം തന്നെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. രാവിലെ മുതൽ മന്ത്രി റിപ്പബ്ലിക് ദിന പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷം തന്നെ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാവുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ജയസൂര്യ എന്ന് പറയുന്ന RRT ഓഫീസറെ ഇത്തരത്തിൽ വന്യമൃഗം ആക്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. പക്ഷേ ആദ്യം ഗുരുതരമെന്നായിരുന്നു വാർത്ത വന്നിരുന്നത്. പക്ഷെ പിന്നീട് വലിയ പരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയും വലിയ ആശങ്ക ഒഴിയുകയുമായിരുന്നു. ഈ നരഭോജി കടുവ തന്നെയാണ് ജയസൂര്യയെയും ആക്രമിച്ചത് എന്ന് പിന്നീട് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് നടന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി അടക്കം മന്ത്രി AK ശശീന്ദ്രനുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. നിർണായക തീരുമാനങ്ങളാണ് അവലോകന യോഗത്തിൽ എടുത്തത്. അതായത് നരഭോജി കടുവയായി പ്രഖ്യാപിക്കുകയും ഷൂട്ടഡ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ഉത്തരവ് കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. അതായത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ് എന്നാണ് മന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് മന്ത്രി രാധയുടെ വീട്ടിലേക്കും അതുപോലെ പരിക്കേറ്റ ജയസൂര്യനെയും കാണാൻ പോകുന്നു എന്ന് അറിയിക്കുകയായിരുന്നു. പോകുന്ന വഴിയിലൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചില സ്ഥലങ്ങളിൽ കരിങ്കൊടി കാണിച്ചു. ശേഷം രാധയുടെ വീട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു. ആ പ്രതിഷേധം അടക്കം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ രാധയുടെ കുടുംബത്തെ അടക്കം കണ്ട് മന്ത്രി തിരിച്ചു പോയിരിക്കുന്നത്. രാധയുടെ മകന് താൽക്കാലിക നിയമനം നൽകുകയാണ് സർക്കാർ. അത് സംബന്ധിച്ചുള്ള ഉറപ്പാണ് മന്ത്രി AK ശശീന്ദ്രൻ വീട്ടിലെത്തി കുടുംബത്തെ കണ്ട് കൈമാറിയത്. ഇനി മന്ത്രി അവിടെ പ്രതിഷേധിക്കുന്ന പഞ്ചാരക്കൊല്ലിക്കാരോട് സംസാരിക്കുമോ എന്നതാണ് അറിയേണ്ടത്. കുടുംബത്തിന് ആശ്വാസമേകുന്നു. എന്നാൽ മന്ത്രിയെ കേൾക്കാൻ, മന്ത്രിയോട് തങ്ങളുടെ ആവശ്യങ്ങൾ, തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് പറയാൻ കാത്തിരിക്കുന്ന പഞ്ചാരക്കൊല്ലിക്കാരുണ്ട്. അവരോട് മന്ത്രി എന്ത് പറയും? അവരോട് സംസാരിക്കുമോ? ഇപ്പോൾ പ്രിയദർശിനി എസ്റ്റേറ്റിലേക്കാണ്, ഓഫീസിലേക്കാണ് മന്ത്രി പോയിരിക്കുന്നത്.